ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹു കാണും. രാവും പകലും ഇരുട്ടും വെളിച്ചവും വ്യത്യാസമില്ലാതെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അള്ളാഹു കൃത്യമായി കാണും. നമ്മൾ കാണുന്നതിന് പരിധിയുണ്ട്. അള്ളാഹു തന്ന കാഴ്ച, അല്ല നമ്മുടെ കാഴ്ച സൃഷ്ടിച്ചത്. അവനൊരു പരിധി വെച്ചിട്ടുണ്ട്. അത്രേ നമുക്ക് കാണാൻ പറ്റൂ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം എൻ്റെ പിറകിലുള്ളത് കാണൂല, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പിറകിലുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? എനിക്ക് അതിനൊരു സാധ്യത, ഞാൻ അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെയും അതിനപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചയെപ്പറ്റി നമുക്ക് ഗവേഷണം നടത്താൻ കഴിയുമോ? അള്ളാഹു കാണാത്തത് എന്ത്? അള്ളാഹു എങ്ങനെ കാണുന്നു? ഇതൊന്നും പരിശോധിക്കേണ്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു ഉണ്ട് എന്ന് പ്രവാചകന്മാരിലൂടെ, കിതാബുകളിലൂടെ അവൻ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇന്നതും ഇന്നതുമൊക്കെയാണ് എന്ന് കിതാബുകളിലൂടെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തി. പ്രവാചകന്മാർ അത് വിശദീകരിച്ചു. അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് ഇന്നതും ഇന്നതുമൊക്കെയാണ് എന്ന് കിതാബുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി. പ്രവാചകന്മാർ അത് വിശദീകരിച്ചു. അത് അടിയുറച്ച് വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുക. അതിൽ സമ്പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്പ്പെടണം, വിശ്വസിക്കണം. നമ്മൾ ഈ പരിമിതമായ ബുദ്ധി വെച്ച് ഗവേഷണം ചെയ്യരുത്. നമുക്കെല്ലാം പരിധി. നമുക്ക് തുടക്കമുണ്ട്, നമുക്ക് ഇന്നലെയുണ്ട്, നമുക്ക് നാളെയുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ, ഇന്ന്, നാളെ എന്നില്ല. അള്ളാഹുവിന്റെ അറിവ് അനാദിയാണ്, അത് അനന്തമാണ്, തുടക്കമില്ലാത്തതാണ്, എന്നും ഉണ്ടാകുന്നതാണ്. അള്ളാഹു ഇന്ന് പുതിയൊരു കാര്യം മനസ്സിലാക്കുകയില്ല. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അവന്റെ കൂടെ തന്നെയുണ്ട്. അവൻ തുടക്കമില്ലാത്തവനാണ്. അതുകൊണ്ട് അവന്റെ സിഫത്തുകളൊക്കെ തുടക്കമില്ലാത്തതാണ്. എന്നാൽ ഖദരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പല കാര്യങ്ങളും പുതുതായി അറിയുന്നു എന്നാണ് അവരുടെ വിശ്വാസം. രണ്ടാമതായി അവർ പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമേ അള്ളാഹു അറിയുന്നുള്ളൂ. പ്രത്യേകിച്ച് തെറ്റായ നല്ല കാര്യങ്ങൾ അള്ളാഹു നൽകുന്നതാണ് എന്ന് പറയുന്നൊരു വിഭാഗം ഖദരിയാക്കളുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. സംശയമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ വിധി അനുസരിച്ചാണ്. ഇന്നല്ലാഹ ഖലഖൽ ഖലായിഖ വഖദ്ദറൽ മഖാദീറ ഖബല 50,000 സന. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. 50,000 കൊല്ലം മുമ്പ് അള്ളാഹു ആ വിധി എഴുതി വെച്ചു. അള്ളാഹു നേരത്തെ എഴുതി വെക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നടക്കുന്നില്ല. അപ്പോൾ ഒരു അനാവശ്യമായ ചോദ്യം ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തീരും. അള്ള കണക്കാക്കിയത് മാത്രമാണ് ജീവിതമെങ്കിൽ നമുക്ക് നരകം വേണോ സ്വർഗം വേണോ അള്ള കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്, കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഞാനെന്തിനാ നിസ്കരിക്കുന്നത്? ഞാനെന്തിനാ മുസ്ലിമാകുന്നത്? ഞാനെന്തിനാ നന്മകൾ ചെയ്യുന്നത്? ഇതാണ് വിധി നിഷേധത്തിന്റെ ഏറ്റവും വലിയൊരു തകരാറ്. നമ്മുടെ ജീവിതത്തിൽ നല്ലത് വിധിക്കുന്നതാരാ? അള്ളാഹു. നമ്മുടെ ജീവിതത്തിൽ മോശമായത് വിധിക്കുന്നതാരാ? അള്ളാഹു. നമുക്ക് പരീക്ഷണങ്ങൾ വിധിക്കുന്നതാരാ? അള്ളാഹു. അള്ളാഹുവിന്റെ പ്രവർത്തനവുമായോ സിഫത്തുമായോ ബന്ധപ്പെട്ട ഒരു കാര്യവും നിഗൂഢമായി അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് ഗൈബാണ്. അതുപോലെ അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് നിഗൂഢമായി ആലോചിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ആലോചിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ വളരെ ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ.